ഈ കാണുന്ന വിഭവം കഴിക്കാത്തവരായിട്ട് നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇതിൻ്റെ പേരാണ് മൈസൂർ പാക്ക്. എന്നാൽ ഇനി മുതൽ മൈസൂർ ശ്രീ എന്നാണ് ഇത് അറിയപ്പെടുക. പാകിസ്ഥാനുമായിട്ട് ഈ മൈസൂർ പാക്കിന് അഭേദ്യമായ ബന്ധമുണ്ടത്രേ. എന്താണ് ഇപ്പോൾ മൈസൂർ പാക്കിന് പാകിസ്ഥാനുമായുള്ള ബന്ധം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മൈസൂർ രാജവംശത്തിലെ 24ാമത്തെ മഹാരാജാവായിരുന്നു കൃഷ്ണരാജ വാഡിയാർ. അദ്ദേഹം ഒരു ഭക്ഷണപ്രേമിയായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മൈസൂരിലെ കൊട്ടാരത്തിൽ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുക്കിൻ്റെ പേരാണ് മാടപ്പ എന്ന് പറയുന്നത്. ഈ മാടപ്പയ്ക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റേതായ ശൈലിയിൽ ധാരാളം ഭക്ഷണങ്ങൾ രാജാവിന് ഉണ്ടാക്കി കൊടുക്കുക പതിവായിരുന്നു. ആ ഇടയ്ക്കാണ് അദ്ദേഹം ചണപ്പരിപ്പും നെയ്യും പഞ്ചസാരയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വാദിഷ്ടമായൊരു വിഭവം ഉണ്ടാക്കുകയും രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു. മഹാരാജാവിന് ഈ ഒരു വിഭവം വളരെയധികം ഇഷ്ടപ്പെടുകയും എന്താണ് ഈ വിഭവത്തിൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ മാടപ്പ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പേര് മൈസൂരു പാക്ക എന്നാണ്. യഥാർത്ഥത്തിൽ പാക്ക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മധുരം എന്നാണ്. മൈസൂരിലുണ്ടാക്കിയ ഈ ഒരു വിഭവത്തിന് മൈസൂരു പാക്ക എന്ന് അദ്ദേഹം പേര് പറയുകയും ആ മൈസൂരു പാക്ക എന്ന പേര് ലോപിച്ചുകൊണ്ട് മൈസൂർ പാക്ക ആയി മാറുകയുമാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ മൈസൂർ പാക്കിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്.